നമസ്കാരം. ഗൾഫ് വാർത്തകൾ. സൗദി അറേബ്യയിൽ സ്വദേശി ദമ്പതികൾ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടു. തെക്കുകിഴക്കൻ ജിസാനിൽ അഹദ് അൽമസാരിഹയിലാണ് സൗദി ദമ്പതികളുടെ കാർ ഒഴുക്കിൽപ്പെട്ടത്. കേരളത്തിലുള്ള UAE പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് UAE എംബസി. കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയുടെ സാഹചര്യത്തിലാണ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത്. UAEയിൽ താമസ വിസ നിയമം ലംഘിച്ച് കഴിയുന്നവർക്ക് ആശ്വാസമായി പുതിയ തീരുമാനം. 2 മാസത്തെ ഇളവ് പ്രഖ്യാപിച്ചു. പിഴയില്ലാതെ രാജ്യം വിടാനും താമസരേഖകൾ ശരിയാക്കാനും ഇക്കാലയളവിൽ അവസരം നൽകും. ബിഗ് ടിക്കറ്റിലൂടെ ഉപയോക്താക്കൾക്ക് ഈ മാസം സ്വന്തമാക്കാം 15 മില്യൺ ദർഹം. ക്യാഷ് പ്രൈസ് ടിക്കറ്റ് വാങ്ങുന്നവർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇലക്ട്രോണിക് ഡ്രോയുടെ ഭാഗമാകാം. 2034 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശക്തമായ നീക്കവുമായി സൗദി. നാമനിർദ്ദേശമടങ്ങുന്ന അന്തിമ ഫയൽ ഫിഫയ്ക്ക് സമർപ്പിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവരെ സഹായിക്കുന്നതിനായി ബിരിയാണി ചലഞ്ചുമായി ബഹ്റൈനിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ്. മുറഹഗിലെ കുടുക്കാശി റെസ്റ്റോറന്റാണ് വയനാടിന് കൈത്താങ്ങാകാൻ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഒമാനിൽ നാളെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. ജൂലൈ 30 ചൊവ്വാഴ്ചയായിരുന്നു കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്.